എല്ലാവർക്കും മോബ്ലൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കോട്ടയം കുമരകത്ത് ചക്രംപടി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഡേ ഐസ്ലാൻഡ് ഡ്രിഫ്റ്റ് വുഡ് മ്യൂസിയത്തിലേക്കാണ് നമ്മുടെ കാഴ്ചകൾ പോകുന്നത്. ഇന്ത്യയിലെ തന്നെ ഏക മ്യൂസിയമാണിത്. ഫോസിലൈറ്റ് ശില്പങ്ങൾക്കായുള്ള ഇന്ത്യയിലെ ഏക മ്യൂസിയമാണ് കേരളത്തിലെ കുമരകത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഡേ ഐസ്ലാൻഡ് മ്യൂസിയം എന്നത് നമുക്ക് അഭിമാനമാണ്. ഈ ഒരു മ്യൂസിയത്തിൽ എങ്ങനെയാണ് ഇത് ഈ ഫോസിലൈറ്റ് ശില്പങ്ങൾ ലഭിച്ചതെന്നും അതിൻ്റെ പഴമയെക്കുറിച്ചുമൊക്കെ ഇവിടുത്തെ മാഡം നമുക്ക് പറഞ്ഞു തരും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ കോട്ടയത്തു നിന്നും കുമരകത്തേക്കാണ് വരുന്നതെങ്കിൽ നമ്മുടെ പക്ഷി സങ്കേതത്തിന് മുമ്പായിട്ടാണ് ഈ ഒരു മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ചക്രംപടി എന്ന ജംഗ്ഷനിൽ ഇറങ്ങിയാൽ അവിടെ നിന്ന് തന്നെ ഈ കെട്ടിടം നമുക്ക് കാണാവുന്നതാണ്. ഏതായാലും വിനോദസഞ്ചാരികളെല്ലാം കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. രാജി പുന്നോസ്, ഞാൻ ക്യൂറേറ്റർ ഓഫ് ദിസ് മ്യൂസിയം. ഇത് ഇവിടെ ഇരിക്കുന്ന ശില്പങ്ങളെല്ലാം ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിൻ്റെ അടുത്തുനിന്ന് ഓരോ ചെറിയ സുനാമി അടിക്കുമ്പോൾ ഒന്നും രണ്ടും വെച്ച് 25 വർഷം കൊണ്ട് കളക്ട് ചെയ്ത് ഫോസിലൈസ്ഡ് ശില്പങ്ങളാണ്. തടി ഫോസിൽസ് ആകുന്നത് നൂറ്റാണ്ടുകൾ മഹാസമുദ്രത്തിന് അടിത്തട്ടി വെള്ളത്തിലും വായിലും സീസണിങ് ചെയ്ത് കഴിയുമ്പോൾ വീണപ്പം ഇതെല്ലാം തടിയായിരുന്നു. ഇപ്പം ഇതെല്ലാം പെട്രിഫൈഡ് വുഡ് ഓർ ഫോസിലൈസ്ഡ് വുഡ് അല്ലെങ്കിൽ സ്റ്റോൺ. അടുത്ത സ്റ്റേജാണ് കരി. ആൻഡ് ദ ലാസ്റ്റ് സ്റ്റേജാണ് ഓയിൽ, പെട്രോളിയം. അത് ഈട്ടി മാത്രം നൂറ്റാണ്ടുകളിൽ ഇങ്ങനെ മഹാസമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ കാണുള്ളൂ ഇങ്ങനെയൊക്കെ ആകാൻ. മറ്റുള്ള തടികളെല്ലാം 100 വർഷത്തിനകം ദ്രവിച്ച് തീർന്നു പോകുന്ന സയൻറ്റിസ്റ്റുകളും. ഇവിടെ ലിംഗാബുക്ക് കയറുന്നതിന് മുമ്പേ സയൻറ്റിസ്റ്റ്, ആർക്കിയോളജിസ്റ്റ്, ജിയോളജിസ്റ്റ്, ആന്ത്രോപോളജിസ്റ്റ് എല്ലാം വന്ന് ഇതിനെ എല്ലാം മനസ്സിലാക്കി അങ്ങനെ പഠിച്ച് ആണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഇതെല്ലാം കളക്ട് ചെയ്തപ്പം ഫോസിലാന്നൊന്നും എനിക്കറിയാൻ പറ്റില്ലായിരുന്നു. ആർട്ടിസ്റ്റിക് ബ്യൂട്ടിയാണ് ഇതെല്ലാം കളക്ട് ചെയ്യാനൊരു ആവശ്യം ഉണ്ടാകുന്നത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹം എർത്ത് ബെൽറ്റിന്റെ അടുത്തായതുകൊണ്ട് ഒരു വർഷത്തിൽ 3-4 പ്രാവശ്യം ഭൂമി കുലുക്കം അവിടെ വരും. മാക്സിമം ട്രംബിളിങ്, കുലുങ്ങുന്ന എവിടെയോ അവിടെ ഒരു ഹിറ്റാണ് ചെറിയ സുനാമി. അന്നേരം എപ്പോൾ അടി വരുന്നോ, ഏത് ദ്വീപിൻ്റെ അടുത്ത് വരുന്നോ ആ ദ്വീപിൻ്റെ ഹാർബറിന് ഡാമേജ് വരും. എൻ്റെ ഹസ്ബൻഡ് അവിടെ ചീഫ് എഞ്ചിനീയറായിട്ടാണ് വർക്ക് ചെയ്തത്. ആൻഡമാൻസിലെ ആദ്യത്തെ കോൺക്രീറ്റ് ഹാർബർ ഡിസൈൻ ചെയ്തത് അങ്ങനെയായിരുന്നു. ഞാനവിടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചറായിട്ട് മോഡൽ സ്കൂളിൽ ജോലി ചെയ്യുമായിരുന്നു. എൻ്റെ കൊച്ചുമായിട്ട് ഇങ്ങനെ തിരക്കകത്ത് കളിച്ചു പോയപ്പം ഒരു മങ്കിയുടെ രൂപം ഈ സമുദ്രത്തിൽ കണ്ടു. അത് ഞാൻ ഡ്രൈ ചെയ്ത് കൊണ്ടുവന്നു വിത്ത് അൺവാണ്ടഡ് ബ്രാഞ്ചസ്. അത് വേണ്ടാത്ത ഭാഗങ്ങളെല്ലാം ഹാക്സർ ബ്ലേഡ് കൊണ്ട് മുറിച്ച് കളഞ്ഞു കഴിഞ്ഞപ്പം എല്ലാവരും മങ്കിയെ അപ്രീഷിയേറ്റ് ചെയ്ത് ഗ്രാജുവലി എൻ്റെ ഹോബിയായിട്ട് മാറി. അങ്ങനെ 25 വർഷം കൊണ്ട് 140 ശില്പങ്ങൾ കളക്ട് ചെയ്തു. എപ്പോൾ ഒരു ഹിറ്റ് വന്നാലും ആ ദ്വീപിൻ്റെ ഹാർബറിന് ഡാമേജ് വരുന്നതുകൊണ്ട് ഉടനെ വയർലെസ് മെസ്സേജ് എൻ്റെ ഹസ്ബൻഡിന് വരും. ടു ഇൻസ്പെക്ട് ദ ഡാമേജ്, റെക്ടിഫൈ ദ ഡാമേജ് ബിഫോർ ദ അറൈവൽ ഓഫ് എ ഷിപ്പ്. അന്നേരം വെരി നെക്സ്റ്റ് ഡേ ഇൻ എ ഷിപ്പ് സബോർഡിനേറ്റ്സുമായിട്ട് ഇങ്ങനെ പോകണം. അന്നേരം ഞാനും 2 days കഷ് ലീവ് എടുത്ത് പോകുമായിരുന്നു. അങ്ങനെ ഇത് തിരയടി വലിയ ടൈഡാണ് ഇതിൻ്റെ ചുറ്റും 3-4 ദിവസത്തേന്. ഇതിങ്ങോട്ട് വരുന്ന പോലെ തന്നെ തിരിച്ചങ്ങോട്ട് പോകും. അതിന് മുമ്പേ നമ്മൾ അവിടെ എത്തിയാലേ ഇതൊക്കെ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ഇങ്ങനെ ഇൻസ്പെക്ഷൻ പോകുമ്പം എനിക്കും കൂടെ പോകാനുള്ള അവസരം ദൈവം ഒരുക്കിയുണ്ട്. ഇതെല്ലാം കളക്ട് ചെയ്യാനായിട്ട് പറ്റി. ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനാണ്, എൻ്റേതായിട്ടൊന്നുമില്ല. കാരണം ഞാനൊരു ആർട്ട് ഗാലറി പോലും കണ്ടിട്ടില്ല. ഇത് മഹാസമുദ്രത്തിൽ നൂറ്റാണ്ടുകൾ ഡ്രിഫ്റ്റഡ് ആയിട്ട് കിടക്കുമ്പോൾ തിരയടിക്കുന്നതുകൊണ്ടും കറണ്ടിനകത്ത് ചുറ്റുന്നതുകൊണ്ടും ചെയ്യുന്നതുകൊണ്ടും മണൽത്തരികളും കല്ലുകളും കടൽ ചെടികളും ഉരസുന്നതുകൊണ്ടും നൂറ്റാണ്ടുകൾ കൊണ്ട് 1000-1-2 ശില്പരൂപമാകും. അത് വേണ്ടാത്ത ശാഖകളോടെ നമുക്ക് മനസ്സിലായാലേ എടുത്തുകൊണ്ട് വരാൻ പറ്റുള്ളൂ. വിഷൻ ലോഡ് ഹാസ് ടു ഗിവ്. ഈ 140 ശില്പങ്ങൾ കളക്ട് ചെയ്ത് കഴിഞ്ഞപ്പം രവീന്ദ്രനാഥ് ടാഗോർ ആർട്ട് ഗാലറി കോമ്പറ്റീഷൻ വന്ന ഒരു ആർട്ടിസ്റ്റ് ഇത് കണ്ടിട്ട് അയാൾ എന്നോട് പറഞ്ഞു, വേണ്ട ഇത് വീട്ടിൽ വെക്കുന്നത് സ്റ്റാർട്ട് മീറ്റിംഗ് ഫോർ ദ ആർട്ട് ലിവിംഗ് പീപ്പിൾ ഓഫ് ദ വേൾഡ്. ദീസ് ആർ പ്രൈസ്ലെസ്, ഇൻക്രെഡിബിൾ. അങ്ങനെയാണ് കുമരകത്ത് ഇവിടെ മ്യൂസിയം തുടങ്ങാൻ ഇടയായത്. ഇവിടെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവിടെ വരുന്ന ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിന് ഇമെയിൽ കൊടുക്കുമായിരുന്നു. ബിക്കോസ് ദേ വർ ഹൈലി ഇംപ്രസ്ഡ് ആൻഡ് യുണീക്ക് എക്സ്പീരിയൻസ് ആയിരുന്നുണ്ട്. അങ്ങനെ അവരുടെ ഇമെയിലുകൾ കൊണ്ടൊക്കെയാണ്
ഫസ്റ്റ് സ്റ്റേറ്റ് അവാർഡ് കിട്ടി ദ മോസ്റ്റ് ഇന്നോവേറ്റീവ് ടൂറിസം പ്രോജക്റ്റ്. അത് ഉമ്മൻചാണ്ടി സാർ തന്നതാണ്. ഓക്കെ. അത് കഴിഞ്ഞ് അമേരിക്കയിലെ ഒരു പ്രൊഫസർ ലൂയിസ് ഫ്രം കെൻറ്റക്കി US ഇവിടെ വന്നു. അങ്ങേരുടെ എഴുത്തുകളാണ് ഇതിനെ പ്രൊമോട്ട് ചെയ്തത്. ലൈക്ക് ന്യൂട്ടൺ ഒബ്സർവിംഗ് ദ ആപ്പിൾ ഫോൾ ആൻഡ് ഫൈൻഡിംഗ് ഗ്രാവിറ്റി, രാജീവ് ബിനോസ് has the ability to see further than all of us and discover nature's work and present to us in the form of drifting wood sculptures. ഇത് കണ്ടു കഴിഞ്ഞപ്പം അമേരിക്കയിലെ ഫേമസ് ശില്പകാരനാണ് ജോസഫ് പി. ഫ്രം ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റി. അങ്ങേർക്ക് ഇത് വന്ന് കാണണമെന്ന് പേഴ്സണലി കാണാൻ ഇവിടെ വന്നു. അയാൾ എൻ്റെ കണ്ണും തലയും വരച്ച് എക്സ്ക്ലമേറ്ററി മാർക്കിട്ട് പറഞ്ഞ് നെക്സ്റ്റ് ഇയർ യു വിൽ ബി ഇൻ ദ ലിംഗ ബുക്ക് റെക്കോർഡ്. അയാളുടെ എഴുത്തുകളാണ് ലിംഗ ബുക്കിൽ കയറ്റിയത്. ലിംഗ ബുക്ക് കണ്ടിട്ട് ഇന്ത്യ ബുക്ക് ഒരു ഇമെയിൽ തന്നു. എന്നിട്ട് അവർ ഈ ഇന്ത്യ ബുക്ക് റെക്കോർഡിൽ കയറ്റിയതിന്. അത് കഴിഞ്ഞ് 2018 കോൺഫറൻസ് ഓൾ ഓവർ ഇന്ത്യ എന്ന് പറയുന്നത് അവരുടെ റിവ്യൂസ് ആണ് യു ആർ വേൾഡ് റെക്കോർഡിൽ കയറ്റിയത്. The largest scripted and fossil museum in the world. അത് കഴിഞ്ഞ് റിസർച്ച് ചെയ്യുന്ന ഒരു പ്രൊഫസറിനെ ഇൻട്രസ്റ്റ് ചെയ്ത് ഗിന്നസിലേക്ക് രജിസ്റ്റർ ചെയ്തു. ഗിന്നസ് ഗൈസ് ഇന്റിമേറ്റഡ് ദാറ്റ് ബ്രേക്കബിൾ റെക്കോർഡ്സ് ആണെങ്കിലേ ഉള്ളൂ ഗിന്നസിന് അവാർഡ് തരാൻ പറ്റുള്ളൂ. ഇത് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം 2004 സുനാമി കഴിഞ്ഞിട്ട് nobody can fetch anything anymore. Environmental restriction വന്നു. So this has become the first and last museum of India of this type and unique in the world. ആൻഡ് ഇപ്പം ഇതിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയെ അന്നേരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സംഭവകഥ, ഓൾ ലിവിങ് സ്പീഷീസ് മൗൾഡഡ് അണ്ടർനീത്ത് ദ ഓഷൻ വിൽ സ്റ്റാർട്ട് സ്പീക്കിംഗ് ടു യു ഹിസ്റ്റോറിക്കലി, chronologically, as they were the spectators on the beaches of Andaman narrating the incidents of independence movements in their tone. ക്രോക്കഡൈലിൻ്റെ ശബ്ദത്തിൽ, ലയണസിൻ്റെ ശബ്ദത്തിൽ, അങ്ങനെ ഓരോ ലിവിങ് സ്പീഷീസും ഇൻസിഡൻസ് ഓഫ് ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റ് പറയുന്ന ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അത് യുനെസ്കോയുടെ എയ്ഡ് കിട്ടിയാൽ ദർ വിൽ ബി എ ട്രമൻഡസ് ചേഞ്ച്. പിന്നെ ഒരു ഇതിൻ്റെ എല്ലാം എക്സാക്ട് ഏജ് അറിയണമെങ്കിൽ കാർബൺ ഡേറ്റിംഗ് ചെയ്യണം. ആൻഡ് കാർബൺ ഡേറ്റിംഗ് ടു എക്സ്പെൻസീവ്. അതും എയ്ഡ് കിട്ടുവാണെങ്കിൽ കാർബൺ ഡേറ്റിംഗ് ചെയ്യും. പിന്നെ ഒരു ഗ്ലോസി ബുക്ക് ദ പിക്ചേഴ്സ് ആൻഡ് നറേഷൻസ്, അത് ഫോറിൻ ടൂറിസ്റ്റിൻ്റെ ഡിമാൻഡാണത്. അതും ഗ്ലോസി ബുക്ക് പ്രിൻ്റ് ചെയ്യാനായിരിക്കുന്നത്. പ്രിൻ്റ് ചെയ്യാൻ ദൈവം തന്നെങ്കിൽ ആ ബുക്കിൻ്റെ തലക്കെട്ട് ദ ടൈറ്റിൽ ഓഫ് ദ ബുക്ക് വിൽ ബി ദ മിറക്കിൾ ഓഫ് ലോർഡ് എന്നായിരിക്കും. എത്രയോ ജനറേഷൻസ് ആൻഡമാനിൽ താമസിച്ചു, ഇപ്പോഴും ആളുകൾ താമസിക്കുന്നു. പക്ഷേ മേഴ്സി ഓഫ് ലോർഡ് എൻ്റെ കയ്യിൽ ഇത് താങ്ങും. അതിൻ്റെ അവസാനത്തെ ശില്പം യേശു ക്രിസ്തുവിൻ്റെ ശില്പമാണ് ബ്ലസ് ചെയ്ത് എല്ലാവരെയും പുറത്തു വിടുന്നത്. അതുകൊണ്ട് ഇവിടെ വരുന്നവരെല്ലാം വളരെ സന്തോഷമായിട്ടാണ് പോകുന്നത്. പീപ്പിൾ ഫ്രം സ്റ്റേറ്റ്സ്, കൺട്രീസ് ആൻഡ് കോണ്ടിനെൻറ്റ്സ് ഇവിടെ വരുന്നുണ്ട്. ദേ ആർ ഓൾ ഹാപ്പി. സോ ദാറ്റ് ഈസ് ദ ഇൻസ്പയറിംഗ് ഫാക്ടർ ടു ബി ഹിയർ എവറി ഡേ. അതുകൊണ്ട് എനിക്ക് എ ഡേ ഈസ് ഡോൺ വിത്ത് എ പർപ്പസ്. താങ്ക് യു. സുഭാഷ് ചന്ദ്രബോസ് അല്ലേ? ഷാഡോയുടെ മൗത്ത് കണ്ടോ? മാർച്ച് ടു ഡൽഹിയിൽ നിന്ന് ആഹ്വാനം ചെയ്തയാൾ പ്രസംഗിക്കുന്ന പോസാണ്. സുഭാഷ് ചന്ദ്രബോസ്. തൊപ്പി സൂട്ട് കാണുമ്പോൾ മനസ്സിലാകുന്നില്ല. അതെ അതെ. ഇത് കാർഗിൽ യുദ്ധത്തെ കാണിക്കുന്നത്. 3 പ്രൊജക്ഷൻസ് എനിമീസ് ഹിമാലയ പർവ്വതത്തിൻ്റെ മൗണ്ട്സിൻ്റെ താഴെ ഇന്ത്യൻ സോൾജിയർ നിൽക്കുക. ഒന്നാമത്തെ തല ഫസ്റ്റ് ഗണ്ണിൻ്റെ അടിയിൽ അവൻ മരിച്ചുപോയി. എനിമി മരിച്ചാലും ഇവൻ കരയുക. കുഡ് യു സീ ദ നാച്ചുറൽ ഐബോൾ ആൻഡ് നാച്ചുറൽ ടിയേഴ്സ് ഉണ്ടോ? കൃഷ്ണമണിയും കണ്ണുനീരും വീഴുന്നുണ്ടോ? ഇപ്പം എയിം ചെയ്യുക രണ്ടാമത്തെ തലക്കിട്ട്. മൂന്നാമത്തെ തല ലൈനിലുണ്ട് ഹിമാലയത്തിൻ്റെ കൊടുമുടികളും ഇന്ത്യൻ എയർഫോഴ്സ് പ്ലെയിന് ബോംബ് വീഴുന്നു. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമാണ് ഈ കാണിക്കുന്നത്. ഇതിലെല്ലാം ഉണ്ട്. ഇമാജിൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്താൽ മതി. പക്ഷേ 1000-ൽ ഒരെണ്ണേ കാണുള്ളൂ ഇങ്ങനെ ഇമാജിൻ ചെയ്യാൻ പറ്റിയ ഒരു പ്ലാൻ. മനസ്സിലായോ? അതിൻ്റെ ഈ സൈഡിൽ നോക്കുമ്പോൾ നാച്ചുറൽ ഡാർക്ക് യെല്ലോ കളറാണ് ഈ സൈഡിൽ കാണുന്നത്. അങ്ങേ സൈഡിൽ നോക്കി ലൈറ്റ് യെല്ലോ കളറാണ് കാണുന്നത്. യു സ്റ്റാൻഡ് നിയർ ദ ചെയർ ആൻഡ് ടെൽ മീ ഹൂ ഷീ ഈസ്. നിങ്ങളുടെ ഇമാജിനേറ്റീവ് അവിടെ നിന്ന് നോക്കി, അവിടെ നിന്ന് നോക്കണം. ഇതാരാന്ന് പറയാമോ?
വേൾഡ് ഫേമസ് മുഖം ചുളിച്ച ഫേമസ് ലേഡിയായിരുന്നു. ഇത് മൗത്ത് മാർക്ക്, ഇത് ഫേഷ്യൽ മാർക്സ്, ബൗണ്ടറി ഓഫ് ദ ഹെഡ്, വെയിൽ ഓഫ് ദ ഫേമസ് മദർ. മദർ തെരേസ. ഇതായിരുന്നു അൽബേനിയയിൽ വന്ന ടൂറിസ്റ്റ് ഇത് കണ്ടുപിടിച്ചത്. അത് നമ്മുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ദ ന്യൂ ഇൻവെൻഷൻ അറ്റ് ബേലൻ മ്യൂസിയം ബൈ ടൂറിസ്റ്റ്. ദ ഇമേജ് ഓഫ് മദർ തെരേസ മോൾഡൻ ഇൻ ദി ഓഷൻ ടേക്കിംഗ് സെഞ്ചുറീസ്. വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അവര് വെക്കില്ല. Because it is petrified or fossilized or stone. വെള്ളത്തിൽ വീണപ്പം തടിയായിരുന്നു. ഇതുപോലെ ആയിരങ്ങൾ വന്ന് അടുക്കും ഒരു ചെറിയ സുനാമി അടിച്ചാൽ. We see the head of an animal molded underneath the ocean taking centuries. പക്ഷെ ഫുൾ ഫിഗർ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ എക്സിബിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 1000-ൽ 1-2 കാണുള്ളൂ. അത് വേണ്ടാത്ത ശാഖകളോടെ നമുക്കൊരു വിഷൻ ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആദ്യം കിട്ടിയതാണ് ഇത്. ബ്ലാക്ക് മങ്കി വിത്ത് റെലീഫ് ജംപ്. ഇതാ ഫസ്റ്റ് അല്ലേ? സ്റ്റാർട്ടഡ് മൈ ഹോബി. ഇതാണ് ഫസ്റ്റ് അല്ലേ? ഇറ്റ് ഈസ് ടോട്ടലി ഫോളോ. പക്ഷേ ഇതിന് വെയിറ്റ് നോക്കി കല്ലാണ്. ഇനി സയൻറ്റിസ്റ്റ് പറയുന്നത് ഇറ്റ്സ് ഫോർ മില്യൺസ് ഓഫ് ഇയേഴ്സ് ഫോർ ജനറേഷൻ. കാരണം എത്രയോ നൂറ്റാണ്ടുകൾ മഹാസമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ഉപ്പഴത്തിലും വയലിൽ സീസണിങ് ചെയ്തതാണ്. We'll start from the first in the line. മുഴുവൻ എടുക്കരുത്. ഇല്ല, കട്ട് ചെയ്യാം. ഓരോ ഭാഗം മാത്രമേ കട്ട് ചെയ്യാം. ഞാൻ നിർമ്മാണത്തിന് അയച്ചു. പറഞ്ഞു. ഒരു പ്രാവ ഓ ഒരു തൂവല് പൊങ്ങി നിൽക്കുന്നത്. ഓക്കെ. അവിടെ കുഴപ്പമില്ല. ആ പെയിന്റിങ്ങിനകത്ത് കാണുന്ന പോലെ മൃഗത്തിന്റെ തല പോലെ ഇത് വേറൊരു റൂട്ടിന്റെ ടിപ്പിലായിരുന്നു. ഇത് ഇത്രയും കിട്ടണമെങ്കിൽ അത്രയും വലിച്ചോണ്ട് വരണം. സാധാരണ ടിക്കറ്റാണ് കിലോമീറ്റേഴ്സ് ഡ്രൈ ചെയ്തൊരു ഹാർബറിക്ക്. ആൻഡ് the facial marks of the young monkey. Mouth mark, eye mark, layer of the hair and tail. ഇതൊരു തത്ത. അതൊരു നത്ത. ഇതൊരു ചൊട്ടൻ ഉറുമ്പ്. വാല് പൊക്കി പിടിച്ചിരിക്കുന്നത് കണ്ടോ? ഇത് ആൺപട്ടിക്കുഞ്ഞ്, കരടി, പാമ്പ്, റൈനോസറസ്, ബേർഡ് and an elephant with a natural eye mark in the right spot. ഇത് നമ്മുടെ ലെഫ്റ്റ് പാം ആൻഡ് തം ഫിംഗർ. ആൻഡ് ഇത് ഒരു ആർട്ടിസ്റ്റ് വരച്ച മരം പോലെ ആയിരിക്കും. The left part of a huge root, all the rest decayed and perished. On a platform, each living species examples to make a mini museum. അവിടുന്ന് മ്യൂസിയം we are going to see wide. You stand behind the light to see the penguin. You stand behind the light to see the penguin. Okay. Penguin. Scientists പറയുന്നത് one curve denotes a century in the ocean approximately. ഒരു വർഷത്തിൽ 1 മില്ലിമീറ്റർ സമുദ്രത്തിൽ വെള്ളത്തിന്റെ ലെവൽ കൂടുതലും മഹാസമുദ്രത്തിൽ ധ്രുവത്തിലെ മഞ്ഞുരുകിയിട്ട് 1 മില്ലിമീറ്റർ വെള്ളത്തിൻ്റെ ലെവൽ കൂടുള്ളൂ. അങ്ങനെ സെഞ്ചുറീസ് എടുക്കും ഒരു മരം വീഴാൻ. സെഞ്ചുറീസ് വെള്ളത്തിനടി കിടന്നാൽ ഇതുപോലെ ശില്പമാവുള്ളൂ. ആൻഡ് ഇറ്റ്സ് എ കണക്കിൽ പറയുന്നുണ്ട്. എത്ര ബ്രാഞ്ചുകൾ കട്ട് ചെയ്തെന്ന് നോക്കാം. 13, 1, 2, 3, 4, 5, 6, 7, 8, 9, 10 and more branches. So with 13 branches ഇതിൻ്റെ ഷേപ്പ് അറിഞ്ഞാലേ ഉള്ളൂ നമുക്കൊരു വിഷൻ ഉണ്ടെങ്കിൽ ഇത് എടുത്തുകൊണ്ട് വരാൻ പറ്റും.
അന്നേരം യു ക്യാൻ ഇമാജിൻ വിത്ത് 13 ബ്രാഞ്ചസ് അത് എങ്ങനെയായിരുന്നു വെള്ളത്തിൽ കിടന്നത്. അന്നേരം കെമലീറാണെന്ന് മനസ്സിലായാലേ എടുത്തുകൊണ്ട് വരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവിടെ ചെന്നാലും പ്രയോജനമില്ല. ഇത് ക്യാൻസറിൻ്റെ ഒരു മുഴയുടെ സ്ലൈസ് ആയത്. ക്യാൻസറിൻ്റെ മുഴ ഇത്രയും വലുതാണെങ്കിൽ ഇത് ഡിസീസ്ഡ് റിങ്കിൾഡ് പാർട്ട് ആൻഡ് ഡിസ്കളേർഡ് പാർട്ട് ഓഫ് ക്യാൻസർ. മരം എത്ര വലുതായിരിക്കും നിങ്ങൾ? ഇത് സമുദ്രത്തിൽ നിന്ന് കിട്ടിയ റൂട്ടിൻ്റെ പുറത്താണ് വെച്ചിരിക്കുന്നത്. ബേബി ക്രോക്കഡൈൽ നോക്കുവാണ്, ബേർഡ്, ട്യൂലിപ്പിൻ്റെ ബഡ്, ബാക്കിയെല്ലാം ജീർണിച്ച് തീർക്കും. മുഴുവനും എടുക്കരുത്. ഇത് ഓ ക്രോക്കഡൈൽ അല്ലേ? ക്രൂരന. മതി. ഇതെന്താ ഇത്? ഓ ആ ഓക്കെ. ഓ ഇത് മേളത്തെ നമ്മൾ ഇതെല്ലാം അത് മാംഗ്രോ ഫോറസ്റ്റ്. ഇതുപോലെ 572 ദ്വീപാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹം. ദ്വീപുകൾ അടുത്തുള്ളിടത്ത് ഷാഡോ വാട്ടറുള്ളിടത്ത് തിക് ഫോറസ്റ്റ് ഓഫ് മാംഗ്രോസ്. അതിന്റെ വേരിന്റെ ഇടയ്ക്ക് മുതലടക്കും. അവര് നമ്മുടെ ഹ്യൂമൻ സ്മെൽ അറിഞ്ഞാൽ പിടിക്കും. അതുകൊണ്ടല്ലേ ആളുകളൊന്നും പോയി ഇത് കളക്ട് ചെയ്യാൻ എളുപ്പമല്ല. ഇവരുടെ ഇരിക്കല്ല. അതല്ലേ എത്ര തലമുറകൾ ആൻഡമാനിൽ താമസിച്ചു. അവിടെയൊന്നും മ്യൂസിയം ഇല്ല ഇതുപോലെ. ദൈവം എനിക്ക് വഴിയൊരുക്കിയതുകൊണ്ടാണ് ഇതൊക്കെ നടന്നത്. അതെ, ഓരോ നിമിത്തം. അതെ അതെ 6 അല്ലേ? 6ന്റെ ക്രിസ്തുവിൻ്റെ ഒരു രൂപമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മനോഹരമായിട്ടാണ് ഈ ഒരു ശില്പം അതിൻ്റെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പഴയപ്പുറ്റുകൾ ഇതല്ലേ, പിന്നെ